എത്ര ബുദ്ധിയുള്ളവനായിക്കോട്ടെ, എത്ര വിവരമുള്ളവനായിക്കോട്ടെ, എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ, ചാണകം ചവിട്ടണമെന്ന് ചിന്തിച്ചാൽ പിന്നെ അവൻ്റെ തലേൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അവിടുത്തെ കോളനി നിവാസികൾക്ക് BJPയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം. ഇതിന് നേതൃത്വം വഹിച്ചത് സെലിബ്രിറ്റി സിനിമാ നടനും BJPയുടെ കൊണാണ്ടറൊക്കെ ആയിട്ടുള്ള ദേവൻ എന്ന് പറയുന്ന തമ്പുരാനാണ് കേട്ടോ. തമ്പുരാൻ്റെ ഒരു മാസ് പ്രകടനമൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. എന്താണെങ്കിലും ജനാധിപത്യപരമായിട്ട് ഈ വേട്ടാവളിയന്മാർക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇവൻ്റെയൊക്കെ തമ്പ്രാൻ, അതായത് മറ്റേ ഓംബ്ര എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കണമല്ലോ ആൾക്കാർ, സുരേഷ് ഗോപി ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു പാറ്റേൺ തുടരാൻ വേണ്ടിയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളിലൂടെ ജയിക്കാം എന്നുള്ളൊരു ധാരണയിൽ ഈ കിറ്റ് വിതരണം നടത്താൻ പോയത്. എന്തായാലും അവിടുത്തെ ആൺകുട്ടികൾ CPMൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരെല്ലാം കൂടെ തടഞ്ഞ് ലവനെ കൂകി വിളിച്ചുകൊണ്ടാണ് പോലീസുകാർ പുറത്തോട്ട് കൊണ്ടുപോകുന്ന ആ കാഴ്ച. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ വേട്ടാവളിയൻ ബാൽക്കണിയുടെ മേളിൽ നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങൾ കാണണം. ഒരു നേതാവിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിൽ ഒരു പോങ്ങനെ വിജയിപ്പിച്ച് വിട്ടിട്ട് അവിടുത്തെ നിവാസികൾക്ക് എന്താണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമ മുട്ടയായിരുന്നു അവൻ കൊണ്ടു തന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഞാനിപ്പോൾ തൃശ്ശൂരിനെ അങ്ങ് മാറ്റിമറിച്ച് കളയും. ഞാൻ തൃശ്ശൂരിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഞാൻ മറ്റേ മെട്രോ അങ്ങോട്ട് തള്ളും. പിന്നെ മറ്റേ ശക്തൻ മാർക്കറ്റോ അത് ഞാൻ ഹൈടെക് ആക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണമൊക്കെ മുഴക്കി വന്ന ഇവനെ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്ക് വരൂ, ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. മറ്റൊരു മരവാണോ ഉണ്ട് ഗുരുവായൂർ, പച്ചവർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നോക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണ്ടല്ലോ, നീയൊക്കെ ഇനി എന്തൊക്കെ കാണിച്ചാലും കൊള്ളാം, ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിനക്കൊന്നും സ്ഥാനമില്ലാന്ന് ഈ ഒരു പ്രാവശ്യവും കൂടെ അവർ തെളിയിക്കും. അതോടുകൂടി കേന്ദ്രം നിന്നെയൊക്കെ അങ്ങോട്ട് തഴയും. അല്ലേ തന്നെ ഇപ്പം നരേന്ദ്രമോദിജി കേരളത്തിലെത്തിയപ്പം വലിയ പ്രഗത്ഭരായിട്ടുള്ള BJPയുടെ നേതാക്കന്മാരുടെ പരിപാടിക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ മറ്റേ തിരുവല്ലയിലെ മറ്റേ അനൂമോനുണ്ടല്ലോ, അനൂമോൻ്റെ അടുത്തും അതുപോലെ മറ്റു ചില ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി പ്രചരണം നടത്തിയെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ദേവൻ തമ്പുരാൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വെൽക്കം ബാക്ക് പക്ഷേ അവിടെ വാടാനപ്പള്ളിയിലെ അവിടെ സംഘർഷം തുടരുകയാണ്. വാടാനപ്പള്ളിയിൽ സംഘർഷം തുടരുന്നു. ദേവൻ BJP നേതാവ് നടൻ ദേവൻ അവിടെ ഉണ്ട്. അവിടെ മുദ്രാവാക്യം വിളിയൊക്കെ കാര്യം കുറച്ച് പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ട്. അവിടെ BJPയുടെ കിറ്റ് അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJP വിതരണം ചെയ്യുന്ന കിറ്റ് അത് തടഞ്ഞു LDF UDF-ഉം. അതാണ് നമ്മുടെ പ്രശ്നം. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, കാര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടോ? ആഷ്മി, വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ BJPയുടെ നേതാവായ ദേവൻ, അതുപോലെ തന്നെ BJPയുടെ നേതാവായ സുജയ് സേൻ അടക്കമുള്ള ആളുകൾ ഈ വീടിന്റെ മുകളിലെ ഒരു ബാൽക്കണിയിൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ശ്രമം നടത്തി. പോലീസുകാർ ഒരു ഘട്ടത്തിൽ പോലും ഈ മേഖലയിലേക്ക് വരരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് വീടിന്റെ മുകളിലേക്ക് കയറി പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നത്. ഒരു കുടുംബയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നതാണ് ദേവൻ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. UDF പ്രവർത്തകർ അദ്ദേഹം കളിയാക്കുന്നുമുണ്ട്, UDF പ്രവർത്തകർക്ക് നേരെ ആംഗ്യം കാണിക്കുന്നുമുണ്ട്. എന്നാലും മുദ്രാവാക്യം വിളികളുമായി ഈ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. ഒരു ഭാഗത്ത് TN പ്രതാപൻ ഇവരെ അറസ്റ്റ് ചെയ്യാതെ തങ്ങൾ പുറത്തു മാറില്ല എന്നൊരു നിലപാടിലേക്ക് TN പ്രതാപൻ എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ദേവനടക്കമുള്ള നേതാക്കൾ മുകളിൽ നിന്ന് പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ കിറ്റ് തങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് BJP ആവർത്തിക്കുന്നു. ഒരു ഭാഗത്ത് റിട്ടേണിംഗ് ഓഫീസർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും പിടിച്ചെടുത്തോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. 15,000-ഓളം കിറ്റുകൾ ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്ഷേപം. LDF പ്രവർത്തകരായിരുന്നു ആദ്യം വലിയ പ്രതിഷേധവുമായി എത്തിയത്. അതിനുശേഷം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ CN രവീന്ദ്രനാഥ് എത്തി. പക്ഷേ അദ്ദേഹം തന്നെ ആ മേഖലയിൽ നിന്ന് പ്രൊഫസർ CN രവീന്ദ്രനാഥ് മടങ്ങിപ്പോയി. LDF പ്രവർത്തകരും ആ മേഖലയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇത് ചർച്ചയാക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഈ മേഖലയിൽ നിന്ന് പോകാൻ തയ്യാറായിട്ടില്ല. ഇവിടെ തന്നെ തുടരുകയാണ്. ദേവനും അതുപോലെ തന്നെ BJP നേതാക്കളും ഈ വീടിനകത്തുള്ള BJP നേതാക്കളും അവിടെ മട്ടുപ്പാവിൽ തന്നെ തുടരുകയാണ്. ആ ബാൽക്കണിയിൽ നിന്ന് പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് UDF പ്രവർത്തകർക്ക് നേരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടുള്ള ആംഗ്യവും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ചർച്ചയിൽ ഇവരാണ് പങ്കെടുത്തിരുന്നത്. എന്താണ് അകത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികൾ എന്ന് പറയുന്നത്? നമ്മൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന്, ഏറ്റവും ആദ്യം
ഈ സ്ഥാപനം റെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് റെയ്ഡ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു. 2 സ്ഥാപനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുക, അതും എടുക്കാൻ തീരുമാനിച്ചു. 3 സ്ഥാപന ഉടമയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് തീരുമാനിച്ചു. ഞങ്ങളുടെ ആവശ്യം, പ്രധാനപ്പെട്ട ആവശ്യം, 2 പേര് ഇവിടെ ഉണ്ട്. 2 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒന്ന് ചലച്ചിത്ര താരം ദേവനല്ല, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. മറ്റൊന്ന് ബഗീഷ് പൂരാടൻ, അദ്ദേഹം മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി. ഇവരെ ഈ കേസിൽ പെടുത്തണം. അവർ പറയുന്നത് അവർ സെലിബ്രിറ്റികളായി വോട്ട് ചോദിക്കാൻ വന്നു. ഞങ്ങൾ പറഞ്ഞതല്ല. ഇന്ന് രാവിലെ കോളനിയിൽ പോയി സെലിബ്രിറ്റി ചെല്ലുന്നു, BJPയുടെ ആൾ പിന്നിലെ വണ്ടിയിൽ സാധനങ്ങൾ ചെല്ലുന്നു, വിതരണം ചെയ്യാൻ. അതാണ് ആരോപണം, അതാണ് സത്യം. അപ്പോൾ പോലീസ് പറയുന്നത് CCTV പരിശോധിക്കും. ഇവർ 2 പേരും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവരെയും കൂടി കേസിൽ പ്രതിയാക്കും. കുഴപ്പമില്ല, അതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഉന്നതികൾ കേന്ദ്രീകരിച്ചുള്ള ഈ കിറ്റ് വിതരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ UDFന്റെ പ്രവർത്തകർ അത് കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ തെളിവുകൾ കൊടുക്കാനായി നിങ്ങൾക്ക് കഴിയും? പറഞ്ഞിട്ടുണ്ട്. ഇത് കൊടുക്കുകയാണെങ്കിൽ 100% ഞങ്ങളുടെ പ്രവർത്തകർ വിലയുണ്ടാവും. 100% നിന്ന് ഞങ്ങളത് കണ്ടെത്തി പിടിച്ചോളും. 100% കൊടുക്കാനുള്ളതാണ്, ഒരു സംശയമില്ല. ഇന്ന് വിതരണം ചെയ്യാനുള്ളതാണ്. അതിനാണ് ദേവൻ വന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് ദേവൻ ചായ കുടിക്കാൻ വന്നത്. ഞാനാണ് 9 മണിക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ കയറ് കെട്ടിയിരിക്കുകയാണ്. തൃശ്ശൂർ വാടാനപ്പള്ളിയിലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ ദേവൻ കാണിച്ച കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഒരു നേതാവിന് കാണിക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലാണോ അയാൾ കാണിക്കുന്നത്? ഇപ്പുറത്ത് കുറച്ച് BJPയുടെ കൊണാണ്ടന്മാർ ഇതുകൊണ്ട് ജയ് വിളിക്കുമ്പോൾ ഇവനെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ടാണ് പോടാന്നൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ വിളിക്കുന്നത്. തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചിട്ട് ഇമ്മാരി കോപ്രായം കാണിക്കുന്നത്. ഇതൊക്കെ വടക്കേന്ത്യയിൽ നടക്കും. പാവപ്പെട്ട ജനങ്ങളുടെ ചിറിയിലും ചുണ്ടിലൊക്കെ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വല്ല 10-500 ഒക്കെ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കിറ്റ് കൊടുക്കുക. കേരളത്തിൽ ജനങ്ങൾ ഇത്രയ്ക്കും അതമ്പതിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. കാരണം ഒരു വോട്ടിന് വേണ്ടി ഇവന്മാർ കൊടുക്കുന്ന ഈ നക്കാപ്പിച്ച വാങ്ങിച്ച് ഞണ്ണിയിട്ട് ഇവനെല്ലാം വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. കാരണം അവർ മുഖത്തടിച്ച് നിങ്ങളോട് ചോദിക്കും, ഞങ്ങൾ തന്നിട്ടല്ലേ നിങ്ങൾ വോട്ട് ചെയ്തതെന്ന് ചോദിക്കും. അല്ലേ തന്നെ ഇവിടെ ഒരുത്തനെ ജയിപ്പിച്ച് വിട്ടിട്ട് ഇവൻ്റെയൊക്കെ മുമ്പിൽ പോയിട്ട് അവനൊന്ന് കാണണമെങ്കിലോ നമ്മുടെ ആവശ്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഇതും കൂടെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രത്യേകിച്ച് ഈ സംഘപരിവാർ തീവ്രവാദികളായിട്ടുള്ള ഈ തലയ്ക്ക് ലക്ഷേഷം ബോധവും വിവരവും പൊക്കണവും ഇല്ലാത്ത ഇവന്മാരെപ്പോളം മരവാണങ്ങളെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ്. ഒരുത്തൻ പോയിട്ട് ഒരു പുണ്ണാക്ക് നമ്മുടെ കേരളത്തിന് കൊണ്ടു തന്നിട്ടില്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണം നടന്ന സമയത്ത് ആമമൊട്ട മാത്രമാണ് നമുക്ക് വാഗ്ദാനമായിട്ട് കിട്ടിയത്. ഇനി ആ ആമമൊട്ട എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. അവർക്കൊരബദ്ധം പറ്റി തൃശ്ശൂരിലെ ജനങ്ങൾക്ക്. ഇനി ഒരു അബദ്ധം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും സുരേഷ് ഗോപി ചേട്ടൻ്റെ MLA സ്ഥാനം കയ്യാലപ്പുറത്താണ്. അതെങ്ങനെയാണും എന്താവും എന്നുള്ളത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ ജനങ്ങളുടെ ശാപമാണ് ഇവന്മാർ. കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവന്മാരാ. ഒരെണ്ണത്തിന് വിവരം എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. എന്തായാലും വാടാനപ്പള്ളിയിൽ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം അത് ചെറിയൊരു സംഭവമൊന്നുമല്ല. 15,000-ഓളം കിറ്റുകളാണ് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ പാവം പിടിച്ച ആദിവാസി കോളനിയിൽ കൊടുക്കാൻ വേണ്ടി. ഇത്രയും നാൾ ഇവനൊക്കെ എവിടെയായിരുന്നു? ഒരു നേരത്തെ ആഹാരത്തിന് കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഈ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിൻ്റെ പേരിലെങ്കിലും അവർ നിനക്കൊക്കെ വോട്ട് തന്നേനായിരുന്നു. ഏത് രാഷ്ട്രീയക്കാരായാലും തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചാൽ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. എന്താണേലും ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.